വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശ്യാമയാണെങ്കിൽ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, എൻ്റെ ഏട്ടൻ എന്നുള്ള സ്ഥാനത്ത് ഞാനൊരു കാര്യം ചോദിച്ചാൽ തരുമോ സാധിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നടപ്പിലാക്കി തരാമെന്ന് പറയുന്നുണ്ട്. എനിക്ക് കഴിയുമെങ്കിൽ എനിക്കൊരു വക്കീലിനെ ഏർപ്പാടാക്കിത്ത ഈ നശിച്ച ജീവിതത്തിൽ നിന്ന് ഞാനൊന്ന് കര കയറി പോട്ടെ എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, ശ്യാമ നീ എന്താണ് ഈ പറയുന്നത്? നിൻ്റെ ആരോട് എന്തും പറയാമെന്നാണോ? നിൻ്റെ ഇതിനൊന്നും കൂട്ടു നിൽക്കുന്ന ആളല്ല വിഷ്ണു എന്നിങ്ങനെ പറയുമ്പോൾ, എങ്കിൽ പിന്നെ വേണ്ട അമ്മ എനിക്കൊരു വക്കീലിനെ ഏർപ്പാടാക്കി എന്ന് പറയുകയാണ്. അന്നേരം ഇവിടെ നിന്ന് ആരും നിനക്ക് വക്കീലിനെ ഏർപ്പാടാക്കാനും നിനക്കൊരു സഹായത്തിനും വരുന്നില്ല, ഈ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറയുമ്പോൾ, ആര് വന്നാലും വന്നില്ലെങ്കിലും വേണ്ട, ഞാൻ ഒരു വക്കീലിനെ കാണും, ഞാൻ ഇതിനെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും വിഷ്ണു പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു തീരുമാനവും ഇല്ല എന്നിങ്ങനെ ശ്യാമ ഉറപ്പിച്ചു പറയുകയാണ്. അന്നേരം ഈ പപ്പിയാണെങ്കിൽ ലഡുവൊക്കെ കഴിച്ചുകൊണ്ട് കവറൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എന്തോ നോക്കി നിൽക്കുവാടി, ഇങ്ങോട്ട് വാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുന്നത്, ശ്യാമയെന്നിങ്ങനെ വീണ്ടും വിഷ്ണു വിളിക്കുമ്പോൾ പറയുന്നുണ്ട്, വേണ്ട വിഷ്ണു, അവളോടൊന്നും പറയണ്ട, ഇങ്ങനെ വാശിയും മര്യാദയും കാണിക്കുന്നതോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയുകയാണ്. തുടർന്ന് ഈ കുട്ടിയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് നടക്കുകയാണ്. വാ അവിടെ ബെല്ലടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അന്നേരം വിഷ്ണു ചാന്നൊക്കെ കുട്ടി വിളിക്കുന്നുണ്ട്. അന്നേരം ശ്യാമ എങ്കിൽ പിന്നെ നീ വണ്ടിയിലോട്ട് കയറി, ഞാൻ കൊണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം വേണ്ട, ഇവൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കൂടെയല്ലേ വളരുന്നത്, അപ്പോൾ എൻ്റെ പരിമിതികളൊക്കെ അറിഞ്ഞു വേണം വളരാനായിട്ട്. പുറത്തോട്ടിറങ്ങിയ ഓട്ടോ കിട്ടും, അല്ലെങ്കിൽ നടന്നങ്ങോട്ട് പൊയ്ക്കോളും, ഇതിന് ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ആരും അവകാശം ഒന്നും പറഞ്ഞു വരല്ലേ, എൻ്റെ മോളാണ്, ഇതൊരു അപേക്ഷയാണെന്നൊക്കെ ഇങ്ങനെ തൊഴുത് ശ്യാമ പറയുമ്പോൾ വിഷ്ണു പിന്നെ അവിടെ ഒന്നും മിണ്ടുന്നില്ല. തുടർന്ന് ഈ കൊച്ചിനെ പിടിച്ചു വലിച്ചുകൊണ്ട് ശ്യാമ പോവുകയാണ്. അന്നേരം പിന്നിലേക്ക് നോക്കി വിഷ്ണു അച്ഛാന്നൊക്കെ വിളിച്ച് പപ്പി ഇങ്ങനെ ചിണുങ്ങുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിന് ആകപ്പാടെ സങ്കടമാവുകയാണ്. അന്നേരം ശാരദാമ്മയെന്നിങ്ങനെ ശ്യാമ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അവൾ ചെല്ലട്ടെ, അവൾക്ക് വാശി തന്നെയാണ്, തൊട്ടാൽ പൊട്ടുന്ന നീർക്കോമിളയാണ് ജീവിതം എന്ന് മനസ്സിലാക്കാത്തവൾ അത് അനുഭവിക്കുക തന്നെ ചെയ്യട്ടെ, അല്ലാതെ പിന്നെ എന്താ ചെയ്യുക എന്നിങ്ങനെ പറഞ്ഞ് ശാരദാമ്മ നിൽക്കുന്നുണ്ട്. ശാരികയും നോക്കി നിൽക്കുകയാണ്. അതേസമയം ശാലിനിയും അനുവലയും ഒക്കെ ആ പരുത്തിക്കുന്ന കോളനിയിലേക്ക് പുറപ്പെടുന്നുണ്ട്. കാറിലിരുന്നു കൊണ്ട് രാമേട്ടൻ ചോദിക്കുന്നുണ്ട്, മുമ്പ് നമ്മൾ പോയ ആ കോളനിയിലേക്കല്ലേ? അന്നേരം അതേ പരുത്തിക്കുന്ന കോളനിയിൽ നിന്ന് അനുവലയെ പറയുന്നുണ്ട്. അന്നേരം അത് കുഴപ്പം പിടിച്ച സ്ഥലമാണ്, ഞാൻ 1-2 പേരോട് അന്വേഷിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കുഴപ്പം പിടിച്ച സ്ഥലമൊന്നും നമുക്കിനി വേണ്ട, കുഴപ്പം പിടിച്ച ആളുകളും വേണ്ട, ഇന്നത്തോടുകൂടി എല്ലാം പൂട്ടിക്കെട്ടി സീൽ ചെയ്യുന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. ഈ സമയം അനുവലവിക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്നാണ് കോൾ വരുന്നത്. അന്നേരം സംസാരിച്ച് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം അവരുടെ രഹസ്യാന്വേഷണത്തിൽ നിന്നും കളക്ടർക്കെതിരെ ഒരു അറ്റാക്ക് അവിടെ നിന്ന് ഉണ്ടാകുമെന്നാണ് പറയുന്നതെന്ന് അനുപല്ലവി പറയുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടിയ സ്ഥിതിക്ക് നമ്മളിനി അങ്ങോട്ട് പോകണമെന്നിങ്ങനെ അനുപല്ലവി ചോദിക്കുകയാണ്. അന്നേരം നമ്മൾ എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ, എന്തായാലും പോകാം, എന്തായാലും ശത്രുക്കൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞു, അതാണ് ഇങ്ങനെയൊക്കെ തിരിയുന്നത് എന്ന് പറയുമ്പോൾ, എങ്കിൽ നമുക്ക് കൂടുതൽ പോലീസിനെ വിളിക്കാമെന്നിങ്ങനെ അനുപല്ലവി പറയുമ്പോൾ, എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ, അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ നീക്കാമെന്ന് പറയുന്നുണ്ട്. ശാലിനി പക്ഷേ വളരെ ബോൾഡായിട്ട് നിൽക്കുന്നുണ്ട്. അനുപല്ലവിയും രാമേട്ടനും ഒക്കെ ഇത്തിരി ഒരു ആശങ്കയിലാണ് പോകുന്നതൊക്കെ. ഇതേസമയം അവിടെ സ്കൂളിൽ പപ്പി വരുന്നതും കാത്ത് രോഹിത്ത് നിൽപ്പുണ്ട്. ഓട്ടോയിൽ ശ്യാമയും പപ്പിയും കൂടി ഇറങ്ങി വരുമ്പോൾ പപ്പി ഇങ്ങനെ രോഹിത്തിനെ കാണുകയാണ്. അന്നേരം അച്ഛൻ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട്. അന്നേരം കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം ഇതെന്താ കയ്യിലെന്നിങ്ങനെ കവർ കണ്ടിട്ട് രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അന്നേരം സ്വീറ്റ്സ് ആണ്, വിഷ്ണു അച്ഛൻ വാങ്ങി തന്നതാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം അച്ഛൻ എന്തിനാ ഇവിടെ നിന്നെന്ന് ചോദിക്കുമ്പോൾ മോളെ കാണാൻ വേണ്ടി തന്നെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം സ്വീറ്റ്സ് എല്ലാവർക്കും കൊടുക്കും, കൂട്ടുകാർക്കൊക്കെ കൊടുക്കണമെന്ന് പപ്പി പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ മോള് പൊയ്ക്കോ, മോള് കൊണ്ട് എല്ലാവർക്കും കൊടുക്കുക എന്ന് പറയുകയാണ്. അന്നേരം അച്ഛന് വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയുകയാണ്. അന്നേരം ശ്യാമ ഇതൊക്കെ കണ്ടുകൊണ്ട് പയ്യെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ശ്യാമയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് ഈ കുട്ടി അങ്ങ് ക്ലാസ്സിലേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം ശ്യാമ തിരിഞ്ഞങ്ങ് പോകാൻ പോവുകയാണ്. അന്നേരം രോഹിത്ത് വിളിച്ച് നിർത്തുന്നുണ്ട്, ശ്യാമയെന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാണ്, വിഷ്ണു ബ്രോ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ, ഓ അതും ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നല്ലേ, അതിന് സ്വന്തമായിട്ടൊരു തീരുമാനം ഇല്ലല്ലേ എന്നും പറഞ്ഞ് ശ്യാമ അങ്ങോട്ട് വഴക്കിന് തന്നെയാണ് നിൽക്കുന്നത്. അന്നേരം നിൻ്റെ തീരുമാനം എന്താ, ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്, നിൻ്റെ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം നിങ്ങളുടെ ദത്തമ്മയ്ക്ക് തട്ടിക്കളിക്കാനായിട്ട് എൻ്റെ ജീവിതം ഞാൻ എന്തായാലും തരില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നിൻ്റെ അവസാന തീരുമാനമാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, എന്നെ അവിടെ നിന്നും വലിച്ചിറക്കി വിട്ടതിന് പിന്നെ രോഹിത്ത് എന്നോടൊരു മാപ്പ് പറയണമെന്ന് പറയുന്നുണ്ട്. അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണം, എങ്ങനെ തയ്യാറാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അന്നേരം നീ തെറ്റ് കാണിച്ചതിന് ഞാൻ ശിക്ഷിച്ചു, അതത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചാണല്ലോ ജീവിക്കുന്നത്, ഒരിക്കലും സ്വന്തമായിട്ടൊന്നും നിലപാടില്ല, അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ടത്തേക്ക് വരില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ തന്നെ തീരുമാനിച്ചോ, പപ്പി മോളെ എന്തായാലും ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് രോഹിത്ത് മുണ്ടൊക്കെ ഇങ്ങോട്ട് മടക്കി കുത്തുന്നുണ്ട്. രോഹിത്ത് ആദ്യം അനുനയത്തിൽ സംസാരിക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. പക്ഷേ ശ്യാമ ഇങ്ങനെ വാശി കാണിക്കുമ്പോൾ രോഹിത്തും വിട്ടുകൊടുക്കുന്നില്ല. പപ്പിമോളെ ഞാൻ കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട്. അവൾ കഴിയേണ്ടത് അവിടെ തന്നെയാണ്, അത് നിനക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് പറയുന്നുണ്ട്. അന്നേരം അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും, ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കുമെന്ന് പറയുകയാണ്. അന്നേരം കൊണ്ടുപോയി കൊടുക്കടി കേസ്, കോടതിയിൽ എന്തു പറയണം എന്നൊക്കെ എനിക്കറിയാം. പിന്നെ നിന്നെപ്പോലുള്ള ഒരു ദുരന്തത്തെ സഹിച്ച് കഴിയുന്നതിനേക്കാളും ജയിൽ തന്നെയാണ് നല്ലത്. നീ നിൻ്റെ വഴി നോക്കിക്കോ, ഞാൻ എൻ്റെ വഴി നോക്കാം എന്നിങ്ങനെ പറഞ്ഞ് രോഹിത് ആകെ ദേഷ്യപ്പെട്ട് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ശ്യാമയ്ക്കൊന്നും തിരിച്ചു പറയാനും സാധിക്കുന്നില്ല. അങ്ങനെ ദേഷ്യത്തോടെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതേ സമയം ശാലിനിയും പോലീസുകാരും എല്ലാവരും കൂടി കളക്ടർ എല്ലാവരും കൂടി ആ കോളനിയിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം കാറ് വരുന്നത് കണ്ട് എല്ലാവരും ഒക്കെ ചാടി ഇറങ്ങുന്നുണ്ട്. അന്നേരം എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം, ഇത് നമ്മുടെ ഡ്യൂട്ടി ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥരോട് പറയുമ്പോൾ ഉദ്യോഗസ്ഥർ സർക്കാർ വക ഭൂമി എന്നുള്ള ബോർഡ് തൂക്കുന്നുണ്ട്. അവർ ആ സർക്കാരിൻ്റെ ഭൂമിയാണെന്നുള്ള നോട്ടീസോടെ ഒരു മതിലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പതിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം നിങ്ങൾ സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആ മഹേന്ദ്രൻ്റെ കമ്പനിയിലെ ഒരാളുണ്ട്, ലോറൻസോ, ആരോ ഒരാൾ പറയുന്നുണ്ട്, മഹേന്ദ്രൻ മുതലാളിയാണ് ഞങ്ങളിവിടെ താമസിപ്പിച്ചിരിക്കുന്നത്, നമ്മൾ ഒഴിഞ്ഞു പോകില്ല എന്ന് പറയുകയാണ്. അന്നേരം ഇത് സർക്കാർ വക ഭൂമിയാണ്, അപ്പോൾ നിങ്ങളെവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടതൊക്കെ മാറ്റി താമസിപ്പിക്കേണ്ടതുമൊക്കെ മഹേന്ദ്രനാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഞങ്ങളോട് സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചൊന്നും ഞാൻ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഡ്യൂട്ടി ചെയ്യാനായിട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസുകാരോട് എല്ലാവരെയും ഒക്കെ ഒഴിപ്പിക്കാൻ പറയാണ്, സാധനങ്ങളൊക്കെ മാറ്റാനും ഒക്കെ പറയുന്നുണ്ട്. അന്നേരം കളക്ടർ മാഡം എന്ന് വിളിച്ചുകൊണ്ട് ഒരു വീടിൻ്റെ അകത്ത് നിന്ന് ശിവൻ അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അന്നേരം വാതിൽക്കൽ തന്നെ ശിവനാണെങ്കിൽ രണ്ട് കൈ ഇങ്ങനെ കട്ടളപ്പടിയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങോട്ടത്തേക്ക് നോക്കുകയാണ്. അന്നേരം ആ ശിവൻ്റെ മുഖവും വിഷ്ണുവിൻ്റെ മുഖവും ശാലിനിയുടെ മുൻപിൽ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. എന്നിട്ട് ശാലിനി പെട്ടെന്ന് മുഖം അങ്ങോട്ട് തിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് സർക്കാർ വക ഭൂമിയല്ല, ഇത് പുറമ്പോക്ക് ഭൂമിയല്ല, അതുകൊണ്ട് ഇവിടെ ഒരു ജപ്തി നടപടിയും പാടില്ല, ഞങ്ങൾ അനുവദിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വ്യക്തമായ എവിഡൻസും കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരും, കൂടുതൽ ഫോഴ്സിനെ വിളിക്കണമെങ്കിൽ വിളിച്ചോളൂ, ഇൻസ്പെക്ടർ എല്ലാവരെയും ഒഴിപ്പിക്കൂ എന്ന് പറയുകയാണ്. അന്നേരം ഈ പോലീസുകാർ അവരെ എല്ലാവരെയൊക്കെ പിടിച്ചു മാറ്റുന്നുണ്ട്. അന്നേരം ശിവൻ നോക്കുമ്പോൾ അവരെല്ലാവരും നിസ്സഹായരായിട്ട് ഇരിക്കുന്നു, പോലീസാണ് കൂടുതൽ മുന്നിൽ നിൽക്കുന്നതും. അന്നേരം അവർ പറയുന്നുണ്ട്, അത് ഒന്നും നടക്കില്ല, ഇത് പുറമ്പോക്ക് ഭൂമി അല്ല എന്ന് പറഞ്ഞാലല്ല, ഇത് ഞങ്ങളുടെ എൻ്റെ മുത്തശ്ശൻ്റെ കാലത്ത് ഒരാളിൽ നിന്നും വാങ്ങിയതാണ്, പക്ഷെ അത് അവരെങ്ങനെ സ്വന്തമാക്കി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനു മുന്നേ ശാലിനി പറയുന്നുണ്ട്, ഇനി ആര് വന്നാലും സ്വർണ്ണരഥത്തിൽ 7 കുതിരകളെ കിട്ടിയ സ്വർണ്ണരഥത്തിൽ ഉടയതമ്പുരാൻ വന്നാലും ഈ ശാലിനി വിഷ്ണു ഇതിൽ നിന്നും പിന്മാറില്ല, പിന്നെയല്ലേ ഈ ഞാഞ്ഞൂല് എന്നിങ്ങനെ പറഞ്ഞ് ശിവനെ കളിയാക്കുന്നുണ്ട്. അന്നേരം ശിവൻ അങ്ങോട്ട് 2 കൈ അടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്തായാലും ഈ ശാലിനി വിഷ്ണു പിന്മാറില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ചങ്കുറപ്പിന് മുന്നിൽ ഞാൻ പിന്നെ അടിയറവ് പറയുന്നുണ്ട്, പക്ഷേ അത് കളം മാറിപ്പോയി, അത് ഇവിടെയല്ല പ്രയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ശിവനാണ് ഇത് സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെയാണ്, പക്ഷേ സംഹാരമാണ് എനിക്ക് വലുത്, അതിനിപ്പോൾ രക്തം ചീന്തേണ്ടി വന്നാലും ഞങ്ങൾ സാധിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ സ്വന്തം ജീവൻ ബലി കൊടുത്തിട്ടായാലും ഞാനിത് നടപ്പാക്കിയിരിക്കും, ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് എന്നിങ്ങനെ ശാലിനിയും പറയുന്നുണ്ട്. അന്നേരമാണ് ശിവൻ പറയുന്നത്, ഞങ്ങൾ ഇത് മുത്തശ്ശൻ്റെ കാലത്ത് ഒരാളിൽ നിന്നും വാങ്ങിയതാണ്, പക്ഷേ അവരിതെങ്ങനെ സ്വന്തമാക്കി എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല, അപ്പോൾ ഇതിൻ്റെ മുൻ പ്രമാണങ്ങളൊക്കെ ആയിട്ട് അവരോട് ഞങ്ങൾ വരാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാഴ്ചത്തെ സമയം അവർ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ കൃത്യം ഒരാഴ്ചക്കകം ബാക്കി പ്രമാണങ്ങളെല്ലാം കളക്ടറുടെ മുന്നിൽ ഞാൻ ഹാജരാക്കാം, അതുവരെ ഒരു ജപ്തി നടപടിയുടെ പാടില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, സമയം വൈകിപ്പോയല്ലോ സുഹൃത്തെ, അതിനൊന്നും ഇവിടെ ഒരു സമയവും ഇല്ല, ഒരു പരിധിയും ഇല്ല, ഒന്നും സമ്മതിക്കില്ല, എത്രയും പെട്ടെന്ന് പിന്നെ എല്ലാവരും ഒഴിപ്പിക്കുക ഇൻസ്പെക്ടർ, കൂടുതൽ ഫോഴ്സിന് വേണമെങ്കിൽ വിളിച്ചോളൂ എന്ന് പറയുമ്പോൾ പോലീസ് ബലം പ്രയോഗിക്കുകയാണ്. പക്ഷേ ഇതേ സമയത്ത് ശിവനാണെങ്കിൽ പിന്നെ അതിനൊക്കെ തടയിടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പോലീസ് ബലം പ്രയോഗിച്ച് എല്ലാവരെയും ഒതുക്കി നിർത്തുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ യോഹന്നാൻ്റെ മകൻ ആൻ്റണി ആണെങ്കിൽ അവിടെ ഒരു വീട്ടിനകത്ത് നിന്നും ഇതെല്ലാം ഒരു ജനൽ കൂടി ഇതെല്ലാം ഇങ്ങനെ നോക്കി കണ്ടിട്ട് ശാലിനി ഇങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് ശാലിനിക്ക് വെടിവെക്കുകയാണ്. അന്നേരം എല്ലാവരും നോക്കുമ്പോൾ ശാലിനി ഇങ്ങനെ വെടികൊണ്ടിങ്ങനെ താഴേക്ക് വീഴുന്നു. അന്നേരം അനുപല്ലവി ഓടിച്ചെന്ന് പിടിക്കുന്നുണ്ട്. അന്നേരമാണ് ശിവൻ കാണുന്നത്. അന്നേരം ശിവൻ ഓടി പിടിക്കുകയാണ്, ശാലിനിയുടെ കയ്യിലേക്ക് ഇങ്ങനെ മുറുകെ പിടിക്കുന്നുണ്ട്. ശാലിനിയെ ശിവൻ ഇങ്ങനെ പിടിക്കുകയാണ്. അന്നേരം മാഡം എന്നും പറഞ്ഞ് ശിവൻ ഓടിച്ചെന്ന് പിടിക്കുകയാണ്. എന്നിട്ട് ശിവൻ ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്, ഇത് എവിടെ നിന്നാണ് എന്താണെന്നുള്ളത്. എന്നിട്ട് അനുപല്ലവിയും രാമേട്ടനും ഒക്കെ ഇങ്ങനെ മേഡം മേഡം എന്ന് വിളിച്ചിരിക്കുകയാണ്. ശാലിനിക്ക് ആ നെഞ്ചത്ത് ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ടുമുണ്ട്. പക്ഷെ പെട്ടെന്ന് ശിവനാണെങ്കിൽ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ എടുക്കുന്നുണ്ട്. ശാലിനി എടുത്തുകൊണ്ട് ശിവൻ തന്നെ വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് അനുപല്ലവി ഫ്രണ്ടിൽ കയറുന്നുണ്ട്. രാമേട്ടൻ വണ്ടി
എടുക്കണമെന്ന് പറയുമ്പോൾ രാമേട്ടൻ വണ്ടി എടുക്കുകയാണ്. ശിവനും ശാലിനിയും രാമേട്ടനും അനുപല്ലവി മാത്രമാണ് ആ കാറിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അന്നേരം ശാലിനി അങ്ങ് വേദന കൊണ്ട് പിളയുന്നുണ്ട്. അന്നേരം ശിവൻ്റെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ശാലിനിയെ ശിവൻ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അന്നേരം അനുപല്ലവി ഇതൊക്കെ ഇങ്ങനെ എന്തമിട്ട് നോക്കുകയാണ്. അന്നേരം മേഡം ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ ശിവൻ പറയുന്നുണ്ട്. അന്നേരം പിന്നെ പെട്ടെന്ന് വിടരോ, ഹോൺ അടിച്ച് വണ്ടി വിടരോ എന്നൊക്കെ ശിവനാണെങ്കിൽ ആ വെപ്രാളത്തിൽ രാമേട്ടനോട് പറയുന്നുണ്ട്. വണ്ടി സ്പീഡിന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം അവിടെ ആൻ്റണി ആണെങ്കിൽ യോഹന്നാൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. അന്നേരം കാര്യങ്ങളൊക്കെ ഭംഗിയായില്ലേന്ന് ചോദിക്കുമ്പോൾ നെഞ്ചും കൂടി നോക്കിയാണ് ലക്ഷ്യം വെച്ചത്. പക്ഷേ ചെറുതായിട്ടൊന്ന് പിഴച്ചു. പക്ഷേ എന്തായാലും ആൾ തീരും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്തായാലും അതിനെ ശിവൻ്റെ തലയിലേക്ക് ഇട്ടോളും. അത് കൊലയാളി ശിവനാണ് കളക്ടറെയും കൊണ്ട് രക്ഷകനായിട്ട് പോയിരിക്കുന്നതെന്ന് ആൻ്റണി പറയുന്നുണ്ട്. അപ്പോൾ കൊലയാളി തന്നെ രക്ഷകനായിട്ട് ഇങ്ങനെ അഭിനയം കാണിച്ചു എന്നുള്ള നമുക്ക് മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ഡെയ്സി വരുന്നുണ്ട്. ഇത്രയ്ക്ക് ക്രൂരത പാടില്ല അപ്പാ എന്ന് പറയുകയാണ്. അന്നേരം മഹേന്ദ്രൻ എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് ഇതൊക്കെ വെറും ചെറുതാണെന്ന് പറയുമ്പോൾ എന്നാൽ ഇത്രയ്ക്ക് പാടില്ല, അപ്പനെ എനിക്കിങ്ങനെയൊന്നും കാണാൻ വയ്യ എന്ന് പറയുകയാണ്. അന്നേരം പറയുന്നുണ്ട്, മോള് പോയി അകത്ത് പോയി വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, അത് മോൾക്ക് തലയെ കയറും, പക്ഷേ എനിക്കിതൊന്നും തലയെ കയറില്ല, ഞാൻ തീ കുരുത്തു പോയില്ലേ, ഇനി അവസാനം കല്ലും മുള്ളും ചവിട്ടി അയ്യപ്പസ്വാമിയെ പോയി കാണുമ്പോൾ മോക്ഷം കിട്ടും, അതേ ഇനി വഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. തുടർന്ന് ഡെയ്സി അങ്ങ് അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഡെയ്സി അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ബാക്കി കാര്യങ്ങളൊക്കെ എന്തായി എന്നുള്ള ആൻ്റണിയും പിന്നെ യോഹന്നാനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഈ മാണിക്കോത്ത് ശിവനാണിത് ചെയ്തത് അല്ലെങ്കിൽ ശിവൻ്റെ ആൾക്കാരാണ് ചെയ്തതെന്നുള്ളത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് പരത്തുകോളും ഈ കുറ്റം കൂടി അവൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കും. ആദ്യം നമ്മൾ ഒറ്റ കൊടുത്തപ്പോഴാണല്ലോ അവൻ ജയിലിൽ പോയത്, രണ്ടാമതും നമ്മൾ കാരണമാണ് പോകുന്നത്, അപ്പോൾ അവൻ നിന്നോടാണ് കടപ്പെട്ടിരിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ആൻ്റണിയോട് യോഹന്നാൻ പറയുന്നുണ്ട്. അന്നേരം വീണ്ടും ഡെയ്സി ഇത് കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ യോഹന്നാൻ്റെ ഭാര്യയും വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ മഹേന്ദ്രന് കളക്ടറും തമ്മിലുള്ള അടിയിൽ ആരെങ്കിലുമൊക്കെ ചത്ത് വീഴും, അപ്പോൾ റീത്തുമായിട്ട് പോകേണ്ട ഒരു ചടങ്ങ് മാത്രമേ നമുക്കുള്ളൂ, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം, ഇനി അവർ തങ്ങളിലായിക്കോളും, നമുക്കിതിലൊന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ആകെ സന്തോഷിച്ച് ചിരിച്ച് വർത്തമാനം പറയുകയാണ്. എന്നാൽ ഡെയ്സി ഇത് കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ യോഹന്നാൻ്റെ ഭാര്യ അവിടെ തന്നെ നിൽക്കുകയാണ്. അതേസമയവും അവിടെ ശാലിനിയും കൊണ്ട് ശിവനാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നേ ഉള്ളൂ, ഹോസ്പിറ്റലിലേക്ക് എത്തിയില്ല, വണ്ടി സ്പീഡിന് വിടാനൊക്കെ ശിവൻ പറയുന്നുണ്ട്. അനുപല്ലവിയൊക്കെ ആകെ ടെൻഷനിൽ നോക്കി ഇരിക്കുകയാണ്. ഇത്രയുമേ ശാലിനിക്ക് അന്നേരവും ബോധം പോയിട്ടില്ല, ബോധമുണ്ട്, അത്രയാണ് കാണിക്കുന്നത്. ഇനി അടുത്ത എപ്പിസോഡിലാണ് വിഷ്ണു വിവരം അറിയുന്നതും ഒക്കെ. അന്നേരം വെടിവെച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അനുപല്ലവി പറയും മാണിക്കോത്ത് മഹേന്ദ്രൻ്റെ മകൻ ശിവൻ എന്നുള്ളത്. പക്ഷേ അവിടെ ശിവൻ ആ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നുള്ളത് പിന്നെ അത് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇനി ശിവനും വിഷ്ണുവും തമ്മിൽ ആ ഒരു അംഗം ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ യോഹന്നാൻ്റെ മകനാണ് ചെയ്തതെന്നുള്ളത് ഡെയ്സിക്ക് അറിയാൻ കണ്ടുപിടിക്കുമോ എന്താണെന്നുള്ളത് നമുക്ക് അടുത്തടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.